ഒരാളുടെ ആരോഗ്യത്തിനും ഊർജ്ജസ്വലതയ്ക്കും കാരണമാകുന്ന ഏറ്റവും ശക്തമായ ഘടകം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഇൻറ്റിഗ്രേറ്റീവ് മെഡിക്കൽ ഡോക്ടർ ഓസ്കർ സെറലാക് ഒരു സംശയം കൂടാതെ പറഞ്ഞത് ഹാവിങ് എ സെൻസ് ഓഫ് പേർപ്പസ് അഥവാ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക എന്നാണ്. ഞാനൊരു മില്ലേനിയലാണ്. എൻ്റെ തലമുറയിൽ വളരെയധികം കേട്ടിരുന്നൊരു വാക്കാണ് പാഷൻ. നമുക്കെപ്പോഴും ഉത്സാഹം പകരുന്ന, നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം പകരും, വിരസമായ ജീവിതത്തിലൊരു രസം ചേർക്കുന്ന ഒരു പ്രവൃത്തി, വികാരം അഥവാ ഒരു സംഗതി, അതാണ് പാഷൻ. സംഗീതം, അഭിനയം, ചിത്രരചന, സ്പോർട്സ് എന്ന പ്രവൃത്തികളാവാം, പൊളിറ്റിക്കൽ ആക്ടിവിസം ആവാം, കാറുകൾ, ബൈക്കുകൾ എന്നിവയോടുള്ളൊരു താല്പര്യമാവാം, എന്തിന് മേക്കപ്പ് ഇടുന്നത് പോലും ഒരു പാഷനായി കണക്കാക്കാം. പ്രത്യേകമായി എന്തിനോടെങ്കിലും ഉള്ളൊരു ശക്തമായ അഭിനിവേശം, അതാണ് പാഷൻ. പക്ഷേ മിക്കവരും സ്വന്തം പാഷനെ ജീവിതത്തിലൊരു മുഖ്യ ഘടകമായി കണക്കാക്കാറില്ല. നമ്മുടെ പലരുടെയും ജീവിത തീരുമാനങ്ങൾ പിന്തിരിപ്പനാണ്. അഥവാ ഉള്ളിൽ നിന്നുമുള്ളൊരു പ്രചോദനമല്ല നമ്മളെ നയിക്കുന്നത്, പകരം സൊസൈറ്റിയിൽ നിന്നുമുള്ള പ്രതീക്ഷകളെ ആസ്പദം ആക്കിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത്. റിയാലിറ്റിക്കൊപ്പം ജീവിക്കാൻ സൃഷ്ടിച്ചൊരു സാമൂഹിക സിസ്റ്റത്തിൽ നിലനിൽക്കാൻ എന്താണ് വേണ്ടത്, അത് മാത്രമാണ് നമ്മളിൽ പലരുടെയും ജീവിതത്തിലെ ഊന്നുവടി. എന്നാൽ ഇതേ മൾട്ടി ലെയേർഡ് സമ്മർദ്ദങ്ങൾക്കിടയിൽ ഈ ഭൂമിയിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ് എന്ന് എങ്ങനെ കണ്ടെത്താനാകും? പരസ്പര വിരുദ്ധമായ മോഹങ്ങളിൽ നിന്ന് ഉടലെടുത്തൊരു അസ്തിത്വപരമായ നിരാശ എനിക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഒരു വശത്ത് അർത്ഥമുള്ള ജീവിതം നയിക്കണമെന്നുണ്ട്, പക്ഷേ അതേസമയം പണത്തിനൊപ്പം കിട്ടുന്ന ഒരു ജീവിതശൈലി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഫോളോ യുവർ പാഷൻ, ലൈഫ് ഈസ് ഷോർട്ട് ടു ലിവ് അതേഴ്സ് ലൈഫ്, മേക്ക് യുവർ ഡ്രീംസ് കം ട്രൂ. ഇതെല്ലാം കേൾക്കാൻ എത്ര മനോഹരമാണ്, എത്ര പ്രചോദനാത്മകമാണ്. റിസ്ക് എടുത്ത് വിജയങ്ങൾ നേടിയ മനുഷ്യരുണ്ടെങ്കിലും മറുവശത്ത് അന്യായ റിസ്കുകൾ എടുത്തിട്ട് ജീവിതം തൊലച്ചവരുമുണ്ട്. ഒരു സേഫ്റ്റി നെറ്റ് ഇല്ലാതെ കണ്ണടച്ച് റിസ്ക് എടുക്കുന്നത് വിവരക്കേടാണ്. എവിടെയും എത്താതെ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതെ ആയാൽ എന്തു ചെയ്യും എന്ന ഭയമാണ് മിക്കവരെയും പിടിച്ചു നിർത്തുന്നത്. ആയതിനാൽ പാഷൻ മാത്രം പോരാ അല്ലേ, അതിൽ നമ്മൾ വിദഗ്ധനുമാകും. താല്പര്യമുള്ള ആ പ്രവൃത്തിയിൽ മിടുക്ക് വേണം. ഈ പറഞ്ഞ പ്രവൃത്തിയിൽ ഇനി അഥവാ നമ്മൾ പരിശ്രമിച്ച് പതുക്കെ മെച്ചപ്പെടുകയാണെങ്കിലും അതിൽ നിന്ന് മാന്യമായി ജീവിതം നയിക്കാൻ സാധിക്കുക എന്നുള്ളത് മറ്റൊരു പോയിന്റാണ്. പിന്നെ എന്തെങ്കിലും നേടണമെങ്കിൽ കുടുംബ ബന്ധങ്ങളിലും സൗഹാർദ്ദങ്ങളിലും കോംപ്രമൈസ് ചെയ്യണം എന്നൊരു വാദവുമുണ്ട്. അതേസമയം എല്ലാവരും പാഷൻ തേടിപ്പോയാൽ സമൂഹം നിലനിർത്തുന്ന ആവശ്യമുള്ള ജോലികൾ ആരേറ്റെടുക്കും? ആകെപ്പാടെ മൊത്തം കൺഫ്യൂഷനാണ് അല്ലേ? സത്യത്തിൽ പാഷൻ അർത്ഥമുള്ളൊരു ജീവിതം നയിക്കാൻ തുടങ്ങാനായിട്ടുള്ളൊരു ഘടകം മാത്രമാണ്, ഏറ്റവും ആദ്യത്തെ ഘടകം മാത്രം. മറ്റുള്ള ഘടകങ്ങളെ കണക്കിലെടുത്താൽ മാത്രമേ ഈ പറഞ്ഞ നിർവൃതി നമുക്ക് കൈവരിക്കാൻ പറ്റുകയുള്ളൂ. എല്ലാറ്റിനും ഉപരിയായ പാഷനെയും പ്രാക്ടിക്കാലിറ്റിയെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു ജീവിത രീതിയാണ് ഇക്കിഗായ്. ജപ്പാനിൽ ഉടലെടുത്ത ഈ തത്വചിന്ത അനുസരിച്ച് നിങ്ങളുടെ താല്പര്യങ്ങളും കഴിവുകളും ലോകത്തിന് ആവശ്യമുള്ളതും മറ്റുള്ളവർ പണം നൽകാൻ തയ്യാറാകുന്ന കാര്യങ്ങളുമായി ഒത്തുചേരുമ്പോഴാണ് ഈ ബാലൻസ് കണ്ടെത്തുന്നത്. നമ്മുടെ ഇക്കിഗായ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുകയാണ്. ഒരു നിഷ്ക്രിയ സർവൈവലിൽ നിന്ന് ഒരു സജീവമായ എക്സിസ്റ്റൻസിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. ജാപ്പനീസുകാർ ഇക്കിഗായ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നത് രാവിലെ എഴുന്നേൽക്കാൻ ഉള്ള കാരണം എന്നാണ്. ഇതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, അത് ലോകത്തിന് ആവശ്യമുള്ളൊരു പ്രവൃത്തിയുമാണ്. പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ആ ജോലി ആത്മീയമായൊരു പൂർണ്ണത നിങ്ങൾക്ക് നൽകുന്നില്ല. നിങ്ങൾക്ക് ഉയർന്ന മനോഭാവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആ ജോലി നിങ്ങളെ ഇക്കിഗായിലേക്ക് നയിക്കുന്നില്ല. നിങ്ങൾ നല്ല ജോലിയുണ്ട്, അത് ഇഷ്ടമാണ്, പക്ഷേ അതിൽ താൻ പ്രഗത്ഭനല്ല. ഈ സാഹചര്യത്തിൽ ആത്മസംതൃപ്തി ഉണ്ടെങ്കിലും എല്ലാം അനിശ്ചിതം ആണെന്നുള്ള തോന്നൽ എപ്പോഴും ഉണ്ടാകുന്നു. നാം ഇതൊന്നും അർഹിക്കുന്നില്ല എന്ന മനോഭാവം നിങ്ങളെ പിന്തുടരുന്നു. ഇനി നിങ്ങൾക്കൊരു പ്രവൃത്തി ഇഷ്ടമാണ്, അതിൽ വിദഗ്ധനുമാണ്, അത് ലോകത്തിന് ആവശ്യമുള്ളതുമാണ്, പക്ഷെ അതിൽ കാശുണ്ടാക്കാൻ പറ്റുന്നില്ല. എങ്കിലും നിങ്ങൾ ആത്മപൂർണ്ണത കൈവരിക്കുന്നില്ല. അതൊരു ഹോബി മാത്രമായി ഒതുങ്ങുന്നു. അവസാനമായി ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതിൽ നിങ്ങൾ കേമനുമാണ്, അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല കാശുണ്ടാക്കാനും പറ്റുന്നുണ്ട്, പക്ഷെ ഒരു ഉയർന്ന ലക്ഷ്യം സെർവ് ചെയ്യുന്നില്ല. സമൂഹത്തിൽ ഈ പ്രവൃത്തിയാൽ ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. എങ്കിൽ ആ പ്രവൃത്തിയുടെ പ്രസക്തി എന്ത്? എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്ന ചിന്തകൾ നിങ്ങളെ പലപ്പോഴും അലട്ടുന്നു. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നു. പിന്നെ ഇക്കിഗായ് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് തത്വചിന്തയല്ല. ഇക്കിഗായ് വ്യക്തിയെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കണക്കാക്കുന്നത്. സന്തോഷം പങ്കുവച്ചില്ലെങ്കിൽ എന്തിനു കൊള്ളാം. തത്വശാസ്ത്രം അനുസരിച്ച് കുടുംബത്തിനും സൗഹാർദ്ദങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്.
നമ്മുടെ ജോലി, മോഹങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ കുടുംബം, സാമൂഹ്യ ജീവിതം എന്നിവയിൽ നിന്നും വേറിട്ട വശങ്ങൾ ആണ് എന്ന ചിന്തയ്ക്ക് കീഴടങ്ങാൻ വളരെ എളുപ്പമാണ്. ഒന്നും വെവ്വേറെയല്ല, പകരം എല്ലാം കണക്റ്റഡായി കാണാനാണ് ഇക്കിഗായ് എന്ന തത്വചിന്ത പ്രേരിപ്പിക്കുന്നത്. നമ്മൾ കലാപരമായി ഒന്നും ചെയ്തില്ലെങ്കിൽ, അഥവാ ജോലി ഉപേക്ഷിച്ച് സ്വന്തം കമ്പനി തുടങ്ങിയില്ലെങ്കിൽ, കുറേ രാജ്യങ്ങളൊക്കെ കറങ്ങിയില്ലെങ്കിൽ, നമ്മുടെ ജീവിതം സക്സസ്ഫുൾ അല്ല എന്ന് നമ്മെ പറഞ്ഞു ധരിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷേ ജീവിതത്തിൽ ആത്മപൂർണ്ണത കൈവരിക്കാൻ കലാകാരനാവണമെന്നോ അതോ സ്വയമായി ഒരു കമ്പനി തുടങ്ങണമെന്നോ നിർബന്ധമില്ല. ഒരു സാധാരണ അധ്യാപകനായിട്ടായാലും, പലചരക്ക് കടയിൽ ഇരിക്കുന്ന ഒരു കണക്കെഴുത്തുകാരനായിട്ടായാലും, നാട്ടിലെ കൃഷിക്കാരനായിട്ടായാലും, നഗരത്തിലെ എഞ്ചിനീയർ ആയിട്ടായാലും ഒരു കംപ്ലീറ്റ് ജീവിതം നയിക്കാൻ പറ്റും. എന്താണ് നിങ്ങളുടെ ഇക്കിഗായ് എന്ന് ഉറപ്പുവരുത്തിയാൽ. ജോലികളിലെ വിരസത ആപേക്ഷികമാണ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് ആ പ്രവൃത്തിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം. മുന്നേ ചോദിച്ച പോലെ നിങ്ങൾക്ക് പേഴ്സണലി അത് ഇഷ്ടമാണോ? അതിൽ പ്രഗത്ഭനാണോ? അത് മാന്യമായൊരു ജീവിതം നയിക്കാനുള്ള പണം പ്രദാനം ചെയ്യുന്നുണ്ടോ? പിന്നെ നിങ്ങളുടെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു ജോലിയാണോ എന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം നൽകുക. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം 100% യെസ് അല്ല എന്നാണെങ്കിൽ ഇപ്പോൾ വൃത്തത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ എന്ന് വിലയിരുത്തുക. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന എല്ലാ പ്രചോദനങ്ങൾക്കും, മനസ്സ് നിങ്ങളോട് പറയുന്ന സാധാരണയായി തള്ളിക്കളയാറുള്ള ഉപദേശങ്ങൾക്കും ഇടം നൽകുക. വൃത്തത്തിൻ്റെ നടുവിലേക്ക് പതുക്കെ അവനവനെ സ്വയം കൊണ്ടുവരുത്താൻ ശ്രമിക്കുക. ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുക. ആ വൃത്തത്തിൻ്റെ മധ്യത്തിലേക്ക് എത്തിക്കുന്ന ലളിതമായ എന്ത് കാര്യമാണ് ഇന്നെനിക്ക് ചെയ്യാൻ സാധിക്കുക? ഇനി അഥവാ ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം 100% യെസ് എന്നാണെങ്കിൽ ആ പ്രവൃത്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നന്മ പകരുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മ പകരുന്ന ഏത് പ്രവൃത്തിയിലും നമ്മൾ മുഴുകുമ്പോൾ ആക്ഷനും എനർജിയും യാന്ത്രികമായി പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ കൂടുതൽ ഡൈനാമിക് ആവുന്നു, മാഗ്നറ്റിക് ആവുന്നു. നമ്മൾ പരമാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു.